രാവിലെ കോളേജിലെത്തി ബുള്ളറ്റ് പാർക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടത് ആ വിവേക് ഒരു റോസ് ഫ്ലവറൊക്കെ ആയിട്ട് പോകുന്നതാണ്. എന്തോ പന്തികേട് ഫീൽ ചെയ്തതുകൊണ്ടാണ് അവൻ്റെ പിന്നാലെ ചെന്നത്. അവൻ്റെ പിന്നാലെ പോയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ രക്തം തിളപ്പിക്കുന്നതായിരുന്നു. ക്ലാസ്സിലേക്ക് പോകാൻ നിന്ന ഗൗരിയെ അവൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അനുവും ആനുമുണ്ട് അവളുടെ കൂടെ. അവൻ കയ്യിലുള്ള ഫ്ലവർ ഗൗരിക്ക് നേരെ നീട്ടി എന്തോ പറയുന്നുണ്ട്. അവൾ തിരിച്ചെന്തൊക്കെയോ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോയി. വിവേക് നിരാശയോടെ, അതിലുപരി അവൻ്റെ പ്ലാൻ തകർന്ന ദേഷ്യത്തിലും അവൾ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞെന്ന് തോന്നിയതും ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഡാ. അവൻ തിരിഞ്ഞു നോക്കി എന്നെ കണ്ടൊന്ന് ഞെട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ? എൻ്റെ ചോദ്യം കേട്ട് അവനൊന്ന് പുച്ഛിച്ചു. അതെന്തിനാ നീ അറിയുന്നേ? പൊന്നുമോനെ വിവേകെ, ഇന്നലെ മുതലേ ഞാൻ കാണുന്നതാ അവളുടെ പുറകെയുള്ള നിന്റെ ഈ നടത്തം. എന്നാൽ ഇനി അത് വേണ്ട. ഇനി അവളുടെ നിഴൽ വട്ടത്തെങ്ങാനും നിന്നെ കണ്ട ഞാൻ അവൻ്റെ കോളിൽ പിടിച്ചുകൊണ്ടൊരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. അത് പറയാം, നീ ആരാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അവൻ എൻ്റെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു. പുന്നാര മോനെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, നിന്റെ വേലത്തരങ്ങൾ ഈ കോളേജിലെ പെൺപിള്ളേരോട് ഇറക്കരുതെന്ന്. ഒന്നും മറന്നിട്ടില്ല. ഇനി അഥവാ മറന്നിട്ടുണ്ടേ ഓർമ്മിപ്പിക്കാൻ എനിക്കറിയാം. ഇനി ഗൗരിയുടെ പിറകെ നിന്റെ ഈ ദുഷിച്ച കണ്ണെങ്ങാനും പോയെന്ന് ഞാൻ അറിയാലോ ആദിദേവിനെ നിന്നെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ, കേട്ടോടാ. ഞാൻ അതും പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്നും പോന്നു. ഇതേ സമയം ഗൗരി രാവിലെ തന്നെ ആ വിവേക് വന്നിരുന്നു. അവൻ്റെ ഒരു പ്രപ്പോസൽ ഒന്ന് പൊട്ടിക്കാനാ തോന്നിയത്. അനുകേറി കയ്യിൽ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കൈയിൻ്റെ ചൂട് അവൻ അറിഞ്ഞേനെ. പിന്നെ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിൽ വന്നിരുന്നിട്ടും എനിക്കൊരു സമാധാനവും കിട്ടിയിരുന്നില്ല. അനുവിൻ്റെയും ആലിയുടെയും വാചകമടി കേട്ടിരുന്നതുമെല്ലാം ഓക്കെയായി. അല്ലെങ്കിലും ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാം ഞാൻ മറക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരത്ത് സാറ് വന്നു. സാറ് വന്നതുമെല്ലാം സാറിൻ്റെ നേരെ തിരിഞ്ഞു. ഡി, അനു മയത്തിലൊക്കെ നോക്ക്. ഈ കണക്കിന് പോയാൽ എൻ്റെ ഏട്ടനെ നീ വഴിയാധാരമാക്കോ? ഞാൻ അനുവിനോട് ചോദിച്ചതും അവൾ എന്നെ നോക്കി ഇളിച്ചു തന്നു. ഇതൊക്കെ ഒരു തമാശയല്ലേ ഗൗരിക്കുട്ടി? വിച്ചുവേട്ടൻ എൻ്റെ ജീവിതമാ, അതിനെ ഞാനായിട്ട് വഴിയാധാരാക്കോ? അനു എന്നെ നോക്കി പറഞ്ഞതും അവൾ ഏട്ടനോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞതും എൻ്റെ ചുണ്ടിലൊരു നിറപുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും സാറ് ക്ലാസ് തുടങ്ങിയിരുന്നു. പിരീഡ് കഴിഞ്ഞപ്പോൾ സാറ് പോയി. പിന്നെ വന്നത് മഹേന്ദ്രൻ സാറാണ്. പുള്ളിയെ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ, ബിസിനസ്സാണ് വിഷയം. വന്നന്ന് തന്നെ അനു സാറിന് പേരിട്ടു കാലമാടൻ. അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ പുള്ളിയുടെ റേഞ്ച്. സാർ വന്നത് നേരെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിട്ടുണ്ട്. ഒരു മുട്ടു സൂചി വീണാൽ പോലും കേൾക്കാം. ബെല്ലടിച്ചതും സാറ് പോയി. ഒരു ദീർഘനിശ്വാസം ക്ലാസ്സിൽ മുഴങ്ങി. എന്നിട്ട് എല്ലാവരും ചേർന്നൊരു പൊട്ടിച്ചിരിയായിരുന്നു. ഇൻ്റർവെൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എനിക്കൊരു ബുക്ക് എടുക്കാനുണ്ടായിരുന്നു ലൈബ്രറിയിൽ നിന്ന്. അതെടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നോളാമെന്ന് പറഞ്ഞ് ഞാൻ ലൈബ്രറിയിലേക്ക് പോയി. ബാക്കിയുള്ളവർ ഗ്രൗണ്ടിലേക്കും. ലൈബ്രറിയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വിവേക് വീണ്ടും മുന്നിലേക്ക് വന്നത്. ഇവൻ എൻ്റെ എന്തേലും വാങ്ങിച്ചിട്ടേ പോകൂ. എന്താ വിവേക്, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇനി എൻ്റെ മുന്നിലോട്ട് പ്രപ്പോസൽ എന്നൊന്ന് പറഞ്ഞ് വരുതെന്ന്. ഞാൻ ഇത്തിരി ദേഷ്യത്തിൽ അവനോട് ചോദിച്ചതും അവൻ എന്നെ നോക്കി പുച്ഛിച്ചു. നീ എന്ത് കരുതിയടി? നിന്നോട് എനിക്ക് ദിവ്യ പ്രേമം തോന്നിയതാണെന്നോ? നിന്നെ കൊണ്ട് എനിക്ക് എൻ്റേതായ ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ നടത്തിയൊരു ശ്രമം മാത്രമായിരുന്നു ആ പ്രപ്പോസൽ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിനക്കിതൊക്കെ ശീലമല്ലേ? ഇനി പണമാണ് പ്രശ്നമെങ്കിൽ എത്ര മുടക്കാനും ഞാൻ തയ്യാറാ. ഒരു രാത്രി, ഒരൊറ്റ രാത്രി, എന്ത് പറയുന്നു? അതിനവനോട് മറുപടി പറഞ്ഞതെൻ്റെ കൈയായിരുന്നു. ഡി, നീ എന്നെ തല്ലിയല്ലേ? തല്ലുകയല്ല, വേണ്ടി വന്ന കൊല്ലും. നീ എന്താടാ എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഓ, ഒരു ശീലാവധി വന്നിരിക്കുന്നു. നീ എന്താ ആ ആദിക്ക് മാത്രമായി നിന്നെ അങ്ങ് എഴുതി കൊടുത്തോ? അതോ ഇനി അവൻ ഞാൻ തരാമെന്ന് പറഞ്ഞതിൻ്റെ ഇരട്ടി തന്നിട്ടുണ്ടോ? യു ബ്ലഡി! ഇതിനിടയിൽ ആദ്യം എവിടുന്നാടോ വന്നത്? ഞാൻ അവൻ്റെ കോളർ പിടിച്ചുകൊണ്ട് ചോദിച്ചു. കൈയെടുക്കടി, നിങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ലെങ്കിൽ പിന്നെന്തിനാടി ഞാൻ നിന്നോട് സംസാരിച്ചതിന് അവൻ വന്നെൻ്റെ മെക്കിട്ട് കയറിയത്? നിന്നെ നോക്കിയ അവനെന്നെ അങ്ങ് ഇല്ലാതാക്കും പോലും. ഈ വിവേകിനെ അവന് ശരിക്കും അറിയില്ല. എന്നോട് കളിച്ചാലേ ബാക്കിയുണ്ടായില്ല രണ്ടും. ചെന്ന് പറഞ്ഞേക്ക് എന്നിട്ട് മറ്റവനോട് എന്ന് പറഞ്ഞ് അവനൊരു പോക്കങ്ങ് പോയി. അവൻ പറഞ്ഞതൊക്കെ കേട്ടതും ഒരു നിമിഷം ഞാൻ തരിച്ചു നിന്നുപോയി. അടുത്ത നിമിഷം തന്നെ എന്നിലേക്കും ദേഷ്യം ഇരച്ചു കയറി. ആദി! ഗൗരി ഗ്രൗണ്ടിലെത്തുമ്പോൾ ആദിയും കൂട്ടരും ചിരിച്ചു കളിച്ചിരിക്കുന്നു. ആദി! ഗൗരിയുടെ വിളി കേട്ടതും ആദിയടക്കം എല്ലാവരും ഞെട്ടി അവളെ നോക്കി.
വേറൊന്നുമല്ല, ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഗൗരി അവൻ്റെ പേര് വിളിക്കുന്നത്. അതിൻ്റെ ഞെട്ടൽ എല്ലാവരിലുമുണ്ട്. ഗൗരിയുടെ മുഖം കണ്ടപ്പോൾ അത് കുറച്ചുകൂടി കൂടി. ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ദേഷ്യമുണ്ട് അവളുടെ മുഖത്ത്. ആദ്യ പതിയെ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തേ? ആദ്യ ചോദിച്ചു. ആദ്യ എൻ്റെ പേര് പറഞ്ഞ് വിവേകിനെ കണ്ടിരുന്നു. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. കണ്ടിരുന്നു, അവനും ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. എന്തിന്? എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ താൻ എൻ്റെ ആരാ? ആദ്യം ഒന്നും പറഞ്ഞില്ല. ബാക്കിയുള്ളവരാണെങ്കിൽ ഇതെന്താ സംഭവം എന്നറിയാതെ നിൽപ്പാണ്. നിന്നോടാ ചോദിച്ചത്. ആരോട് ചോദിച്ചിട്ടാ താൻ എൻ്റെ കാര്യം പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തിയത്? അന്ന് താൻ തല്ലിയപ്പോൾ മിണ്ടാതെ നിന്നത് കൊണ്ട് തന്നെ പേടിച്ചിട്ടാണെന്ന് കരുതിയോ? അന്ന് തെറ്റ് എൻ്റെ ഭാഗത്തു കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ പ്രതികരിക്കാതിരുന്നത്. അതുകൊണ്ട് താൻ എന്ത് കരുതി എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാമെന്നോ? എന്തവകാശത്തിൻ്റെ പേരിലാണ് താൻ അവനോട് എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞത്? അതിനു മാത്രം താൻ എൻ്റെ ആരാ? നിർത്തടി പുല്ലേ. കുറെ നേരമായല്ലോ നീ കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട്. ശരിയാ, അവനെ കണ്ടതും ഭീഷണിപ്പെടുത്തിയതുമെല്ലാം നേരാ. അതിന് അവനെന്നല്ല, നിന്നെ മറ്റൊരു കണ്ണിൽ ഏതവൻ നോക്കിയാലും ഈ ആദി പ്രതികരിക്കും. വേറെ ഒരുത്തനും നിന്നെ അങ്ങനെ കാണാനുള്ള അവകാശമില്ല. കാരണം നീ എൻ്റെ പെണ്ണ്, ഈ ആദിദേവിൻ്റെ പെണ്ണ്, ആദിയുടെ ദുർഗയാ. ആദിയുടെ മാത്രം ആദി ദുർഗ. കേട്ടോടി പുല്ലേ. ഗൗരിയുടെ കൈ രണ്ടും പിറകിൽ കൂട്ടിപ്പിടിച്ച് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആദി പറഞ്ഞതും അവൻ്റെ ശബ്ദം കേട്ട് ചുറ്റുമുണ്ടായിരുന്ന സ്റ്റുഡൻസ് എല്ലാം അവരെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദി പറഞ്ഞതൊക്കെ കേട്ടതും വിച്ചൊഴികെ ബാക്കി എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. വിച്ചുവിൻ്റെ ചുണ്ടിൽ മാത്രം ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദി പറഞ്ഞതൊക്കെ കേട്ടതും ഗൗരി അവൻ്റെ കണ്ണുകൾ തന്നെ സൂക്ഷിച്ചു നോക്കി. തന്നോടുള്ള പ്രണയസാഗരം ആ കാന്ത കണ്ണുകളിൽ കണ്ടതും ഗൗരി ഒരു നിമിഷം ആ കണ്ണുകളിൽ നോക്കി നിന്നു പോയി. പെട്ടെന്ന് എന്തോ ഓർത്തതും അവളുടെ മുഖം വീണ്ടും രോഷാകുലമായി. അവളുടനെ അവൻ്റെ പിടിയിൽ നിന്നും കുതറി മാറി. എന്താ നീ ഇപ്പൊ പറഞ്ഞത്? അവൻ പറഞ്ഞതൊന്നും വിശ്വാസം വരാതെ അവൾ ഒന്നുകൂടെ ചോദിച്ചു. ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ മേൽ ഇനി എല്ലാ അവകാശവും എനിക്കാണ്. ബിക്കോസ് ഐ ലവ് യു. നിന്നെ മറ്റൊരുത്തൻ നോക്കിയ ഭീഷണിയില്ല വേണ്ടി വന്നോ ഞാൻ അവനെ കൊല്ലും. ഈ ആദിദേവ് എൻ്റെ പെണ്ണാണ് നീ. അതുകൂടി കേട്ടതും ഗൗരിയുടെ കൺട്രോള് പോയി. അത് താൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇപ്പം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി? ചേട്ടൻ്റെ പൊന്നുമോളെ കൊണ്ട് തീരുമാനിപ്പിക്കാൻ എനിക്കറിയാം. എന്നാൽ അതൊന്ന് കാണണമല്ലോ. നിന്നെ എന്നല്ല മറ്റൊരാളെയും ഈ ജീവിതത്തിൽ ഇനി ഗൗരി ദുർഗ പ്രണയിക്കില്ല. നമുക്ക് കാണാം. ആദ്യം അത് പറഞ്ഞതും അവനെ ഒരു കൊല്ലുന്ന നോട്ടം നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോയി. അവൾ പോകുന്നത് കണ്ട് ഒരു ചിരിയോടെ ആദ്യ തിരിഞ്ഞതും ഇവിടെ പാര പടക്കം പൊട്ടിച്ചെന്ന എക്സ്പ്രഷൻ നിൽക്കുവാണ് എല്ലാവരും. വിച്ചു മാത്രം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആദ്യ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഒടുവിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തിയല്ലേ? വിച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ആദ്യം അവനെ നോക്കി സൈറ്റടിച്ചു. ബാക്കിയുള്ളവർ ഇപ്പോഴും വായും തുറന്ന് നിൽക്കുവാണ്. അത് കണ്ടതും ആദിക്കും വിച്ചുവിനും ചിരി വന്നു. വായടച്ചു വെക്കടി പെണ്ണെ, ഈച്ച കയറി പോകും. വിച്ചു അടുത്ത് നിന്ന് അനുവിൻ്റെ വാടച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും ഇവിടെ ഇപ്പം എന്തൊക്കെയാ നടന്നേ? ഞാൻ കണ്ടത് തന്നെയാണോ നിങ്ങളും കണ്ടത്? അജു വിശ്വാസം വരാതെ ബാക്കിയുള്ളവരെ നോക്കി. എല്ലാവരും സെയിം എക്സ്പ്രഷൻ. എൻ്റെ അജു, ഇവിടെ ഇപ്പം നടന്നതൊക്കെ ദാ ഈ കാണുന്ന പകൽ പോലെ സത്യമാണ്. നമ്മുടെ ഈ കള്ളക്കാമുകൻ അവൻ്റെ പ്രണയം അവൻ്റെ പെണ്ണിനോട് തുറന്നു പറഞ്ഞതാണ് നമ്മളിവിടെ കണ്ടത്. വിച്ചു അജുവിനെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്തു കൊടുത്തു. എന്നാലും എന്തൊക്കെയായിരുന്നു. അടി പൊട്ടിക്കുന്നു, പാഠം പഠിപ്പിക്കുന്നു. കണ്ണിൽ കണ്ട മൈൻഡില്ല. എബി ഇരുന്ന് എണ്ണിപ്പെറുക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു ചെങ്ങായിമാരെ, പറ്റിപ്പോയി. ഇനി അതിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് വാരല്ലേ? ആദ്യ തൊഴുതുകൊണ്ട് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് ട്രീറ്റ് വേണം. അനു ചാടിക്കേറി പറഞ്ഞു. എല്ലാവരും അത് അനുകൂലിച്ചു. എൻ്റെ അനു, നീ പറഞ്ഞതോ ഇപ്പം എവിടുന്ന് ചാടിത്തുള്ളി പോയ മുതൽ കേൾക്കണ്ട. എന്നെ അരച്ചു കലക്കി കൊടുത്താലേ കുടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവള്. അതിനെ ഞാനിനി എങ്ങനെ മെരുക്കോ എന്തോ. ആദ്യ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞതും അനു ആദിയുടെ അടുത്തേക്ക് ചെന്നു. അതൊക്കെ നമുക്ക് സെറ്റാക്കാന്നേ. അതിനുവേണ്ടി എന്ത് ഹെൽപ്പും ഈ അനിയത്തിയുടെ വക ഏട്ടനൊന്നും ഉണ്ടാകും. അവളുടെ മാത്രമല്ല ഞങ്ങളും. അതും പറഞ്ഞ് എല്ലാവരും കൂടി വന്ന് ആദിയെ പൊതിഞ്ഞു. ഇതേ സമയം ഗൗരി ആ വിവേക് പറഞ്ഞതൊക്കെ കേട്ട് ദേഷ്യം വന്ന് അത് ചോദിക്കാൻ ആദിയുടെ അടുത്തോട്ട് പോയത്. ചെന്ന് കാര്യം ചോദിച്ചപ്പോൾ ചെക്കൻ പറഞ്ഞത് കേട്ടില്ലേ? അവിടുന്ന് അവനോട് ദേഷ്യപ്പെട്ട് ലൈബ്രറിയിലാണ് ഞാൻ എത്തിയത്. എന്തോ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. ആദി പറഞ്ഞ ഓരോ വാക്കുകളും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഇല്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കില്ല. നിന്നെ എന്നല്ല ആരെയും. നീയും എന്നെ സ്നേഹിക്കാൻ പാടില്ല. അനുവദിക്കില്ല ഞാനത്. ഗൗരി കുറച്ചു നേരം ലൈബ്രറിയിലിരുന്നു. ക്ലാസ്സിൽ പോയില്ല. പിന്നീട്
അവളെ തിരക്കി അനു വന്നപ്പോഴും അവൾ ഒഴിഞ്ഞു മാറി. ഉച്ചയായപ്പോൾ ശരത് സാറിനോട് പെർമിഷൻ ചോദിച്ച് അവൾ കോളേജിൽ നിന്നും ഇറങ്ങി. ലഞ്ച് ബ്രേക്ക് ടൈമിലും ഗൗരിയെ കാണാൻ ആദ്യ അനുവിനെ കൊണ്ട് ഫോൺ വിളിച്ചപ്പോൾ താൻ കോളേജിന് പുറത്താണെന്നും ഹോസ്റ്റലിലേക്ക് എത്തിക്കോളാമെന്നും പറഞ്ഞ് അനുവിന് പറയാനുള്ളത് കേൾക്കാൻ പോലും ചെയ്യാതെ ഗൗരി ഫോണ് കട്ടാക്കി. വൈകിട്ട് കോളേജ് വിട്ടപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വിച്ചു ആദ്യമായി കൂട്ടി വീട്ടിലേക്ക് പോയി. എന്താടാ ഇത്ര വലിയ സർപ്രൈസ്? എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അതിലെന്താ സർപ്രൈസ് ഉള്ളത്? നീയൊന്ന് വെയിറ്റ് ചെയ്യ്, വീടെത്തട്ടെ. എന്തായാലും നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സർപ്രൈസാ. പോകുന്ന വഴിയിലൊക്കെ എന്താണ് കാര്യമെന്നറിയാൻ ആദ്യം ശ്രമിച്ചുവെങ്കിലും വിച്ചു ഒന്നും പറഞ്ഞില്ല. വീടെത്തിയതും വിച്ചുവും ആദ്യവും ഒരുമിച്ച് അകത്തേക്ക് കയറി. അമ്മേ, വിളിച്ചു പോവണ്ട, ഞാൻ നാട് വിട്ടിട്ടില്ല. അടുക്കളയിൽ നിന്നും വിച്ചുവിൻ്റെ വിളി കേട്ടുകൊണ്ട് അവൻ്റെ അമ്മ ഇറങ്ങി വന്നു. ഓ, രണ്ടാളുണ്ടായിരുന്നോ? പിന്നെ ഞങ്ങളൊന്നും ഒന്നിച്ചല്ലേ? പിന്നെ ചില ദിവസം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് മുങ്ങുന്നതല്ലേ? വിച്ചു പറഞ്ഞതും അമ്മ ആദിയുടെ അടുത്തേക്ക് വന്നു. എത്ര നാളായി അമ്മ പറയുന്നു എൻ്റെ കുട്ടിയോട് ഇവിടെ തന്നെ നിൽക്കാൻ. അതമ്മേ, വല്ലപ്പോഴുമെങ്കിലും വീട്ടിൽ പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയണ്ടേ? അതുകൊണ്ടല്ലേ പോകുന്നേ. അല്ലാതെ എൻ്റെ അമ്മയുടെ വാക്കനുസരിക്കാൻ വയ്യാഞ്ഞിട്ടാണോ? അമ്മ പതിയെ ആദിയുടെ കവിളിൽ തലോടി. അല്ലമ്മേ, ഇവിടെ എന്നെ കാത്തെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ ഇവൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ആദി ചോദിച്ചതും അമ്മ വിച്ചുവിനെ നോക്കി. എന്നിട്ട് രണ്ടാളും അവനെ നോക്കി ചിരിച്ചു. മോനെ ആദി. പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടതും ആദിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു.